എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഫിഷ് കട്ട് അണ്ടർസ്കേർട്ടാണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ സ്ലിറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇടുങ്ങിയൊന്നും നിൽക്കത്തില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ 2 മീറ്റർ ക്ലോത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരുമിച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നടു മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടാക്കിയിട്ടാണ് മടക്കി ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇറക്കം നമ്മൾ എടുക്കുന്നത് 38 ഇഞ്ചാണ് കേട്ടോ. ഇനി നമ്മൾ വീതിയാണ് കേട്ടോ എടുക്കുന്നത്. വീതി നമുക്കൊരു 11 ഇഞ്ചിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിലെ നമുക്ക് ഈ ക്ലോത്തിൻ്റെ താഴ്ഭാഗം വരെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എടുക്കുന്നത് നമ്മളുടെ മുട്ട് വരെയുള്ള ഇറക്കാണ് കേട്ടോ. മുട്ട് വരെയുള്ള ഇറക്കം ഇവിടെ ഇപ്പോൾ 21 ഇഞ്ചാണേ. അവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. നിങ്ങളുടെ എത്രയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി ഈ ഒരു 20 ഇഞ്ചിൽ നമുക്ക് ഇങ്ങോട്ടേക്കായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊരു 3 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ എന്താ പറയുക മുട്ട് വരെയുള്ള ഇറക്കം 20 ആയാലും 19 ആയാലും ഈ 3 ഇഞ്ച് നമ്മൾ 3 ഇഞ്ച് തന്നെ എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു മാർക്കിങ്ങും നമുക്ക് ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു മാർക്കിംഗ് ഇല്ലേ, ഈ ഒരു മാർക്കിങ്ങിൽ നമുക്ക് 1.5 ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. 1.5 ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് 5 ഇഞ്ചിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം കേട്ടോ. ഈ മാർക്കിംഗ് എന്തിനാ നമ്മൾ കൊടുത്തിട്ട് കുറച്ചുകൂടി എക്സ്ട്രാ ആക്കുന്ന വിചാരിച്ചാൽ താഴത്തോട്ടൊരു വിരിവ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ 1.5 മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്ത് നിന്നും ഈ 5 ഇഞ്ചിലോട്ട് ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പോയിന്റിലോട്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മളൊരു 1 ഇഞ്ചിൽ ഇതുപോലെ കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതാ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ അറ്റം തൂങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഒരു 9 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു 1/2 ഇഞ്ചിൽ അകത്തോട്ടാക്കിയിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 1/2 ഇഞ്ചിൽ നിന്നും നമ്മളിതാ ഇതുപോലെ ചെറുതായി ഒന്ന് കേർവ് ചെയ്തിട്ട് ഈ പോയിന്റിലോട്ട് വരച്ചു കൊടുക്കുക. അതായത് 9 ഇഞ്ചിൻ്റെ ആ ഒരു പോയിന്റിലേക്ക്. ഇനി ഉണ്ടല്ലോ ആ 9 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്നും നമ്മൾ 1.5 മാർക്ക് ചെയ്തില്ലേ, അവിടോട്ടായിട്ട് ഇതുപോലെ ചെറുതായി കേർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അതായത് നമ്മൾ ആ 0.5 ഇതുപോലെ ചരിച്ച് ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് താഴ്ഭാഗത്തോട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വിചാരിച്ചാൽ ഇവിടെ നിന്നും നമുക്കൊരു 4 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ അവിടെ ചെറുതായിട്ടൊന്ന് ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും മാർക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ നിന്നും താഴോട്ടേക്കായി നമ്മൾ ടക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. 3.5 ഇഞ്ചിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡിലോട്ടായിട്ട് 1/2 ഇഞ്ചിൽ ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുക. ഇങ്ങനെ മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾ ടക്ക് ഇടുമ്പോൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു പോയിന്റിലോട്ട് ചരിച്ച് അങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക. ഇതേപോലെ നമ്മൾ അടുത്ത സൈഡിലും മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെ എല്ലാം അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലൂടെ വേണേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം ആ ഒരു ഭാഗം കൂടി നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ആദ്യം ടക്കാണ് ചെയ്തെടുക്കേണ്ടത്. ടക്ക് നമ്മൾ റോങ് സൈഡിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മടക്കുക. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്കിത് തയ്ച്ചെടുക്കാം കേട്ടോ.
ഞാനിപ്പോൾ എന്താ പറയുക റൈറ്റ് സൈഡിലായി പോയി മാർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് റോങ് സൈഡിൽ മാർക്ക് ചെയ്താൽ ഒന്നുകൂടെ എളുപ്പമാവും കേട്ടോ. ഇപ്പോൾ എനിക്കിതിൽ കാണുന്നുണ്ട് ചോക്കായിട്ട് വരച്ച ആ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ടക്ക് ഇട്ടെടുക്കാം. നമ്മൾ ടക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ടക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോഴും ലോക്ക് ചെയ്ത് നിർത്തുക കേട്ടോ. ലോക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലോക്ക് ചെയ്താണ്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പം നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പീസിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇനി നല്ല ഭാഗം തമ്മിൽ ചേർത്ത് വെക്കുക. ഒരുപോലെ വെക്കുക കേട്ടോ. ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. ഈ ഒരു ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ബേബി ഫ്രോക്ക്, ക്രോപ്പ് ടോപ്പ്, ഹെയർ ബോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ കുപ്പിമൂടി കൊണ്ടൊക്കെ ഹെയർ ബോ ചെയ്തിട്ടുണ്ട്. ഇനി താഴെ എത്തുമ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ലോക്കിട്ട് നിർത്താം കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇതിനെ ഇതുപോലെ അങ്ങ് നിവർത്തി കൊടുക്കുക കേട്ടോ. നിവർത്തി എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റ് വെക്കണം. ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 2.25 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ്. അപ്പോൾ 3 ഇഞ്ച് വീതിയുള്ളത് എടുക്കുക. എന്നിട്ട് ഞാനിവിടെ 1/4 ഇഞ്ചിൽ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് ഭാഗം. ഇനി നമുക്കുണ്ടല്ലോ ഈ ബെൽറ്റിൻ്റെ നല്ല ഭാഗവും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. ഒരുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം വേണം കേട്ടോ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതുപോലെ ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തയ്ച്ചെടുത്തിട്ട് നമുക്ക് നിവർത്തി എടുക്കുമ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നും താഴോട്ടായിട്ട് ഒരു 3 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുക കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നമുക്കിതാ ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്താ പറയുക സ്ലിറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഈ 3 ഇഞ്ചിൽ വെച്ചിട്ട് നമ്മൾ തയ്യൽ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ ചെയ്തെടുത്തില്ലേ, ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ അടുത്ത സൈഡിലും ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കി കൊടുക്കുക. അതായത് ഈ തുമ്പ് അകത്താക്കിയിട്ട് വെച്ചിട്ട് മടക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഒത്തിരി വിരിഞ്ഞ് നിൽക്കുന്ന നമ്മളെ സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് പട്ട് സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സ്കേർട്ട് തയ്ച്ച് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒതുക്കം കിട്ടും കേട്ടോ. അതായത് നമ്മളൊരു നോർമൽ അണ്ടർ സ്കേർട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിരിവ് കൂടി അങ്ങ് എന്താ പറയുക പൊന്തി അങ്ങ് നിൽക്കും. ഇതാവുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം നമുക്ക് വരില്ല. നമുക്ക് ഈസി ആയി തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ചെയ്യും. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ നമ്മൾ 3 ഇഞ്ചിൽ അവിടെ തയ്ച്ചെടുത്തില്ലേ, ആ ഒരു സൈഡിൽ ഇതുപോലെ ചേർത്ത് വെക്കുക. നമ്മൾ അതിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ 3 ഇഞ്ചിൽ തയ്ച്ച ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ എൻഡ് ഭാഗത്തു നിന്നും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ തയ്യൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് നമുക്കിതാ ഇതുപോലെ നമ്മളുടെ തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡ് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. നമുക്കൊരു 5 ഇഞ്ച് 6 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്കങ്ങ് തയ്യൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. എന്താ വെച്ചാൽ താഴെ നമുക്ക് എന്താ പറയുക, ഒന്ന് വിരിവുണ്ടാവാൻ വേണ്ടിയിട്ട്, ഒന്ന് ഇടുങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ലിറ്റ് പോലെ അങ്ങ് താഴെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ് നിർത്തണം കേട്ടോ. ഇപ്പോൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് തയ്ക്കില്ലേ, ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തും നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നീഡിൽ നമ്മൾ ഇറക്കിയതിന് ശേഷം ഫൂട്ട് പൊക്കിയിട്ട് ഇതുപോലെ ചെരിച്ചു കൊടുക്കുക. ചെരിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡും ഇതുപോലെ രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ലിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി താഴ്ഭാഗം നമുക്ക് മടക്കി തയ്ക്കുകയാണ് വേണ്ടത്. താഴ്ഭാഗം ഒരു ഇഞ്ചിൽ നമുക്ക് രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ ചുറ്റിലുമായിട്ട് റൗണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചുളുക്കുകൾ വരാതെ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു അണ്ടർ സ്കേർട്ട് കോട്ടൻ്റെ ക്ലോത്തിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. കോട്ടൻ്റെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് വൃത്തിക്ക് കിട്ടും കേട്ടോ. അതായത് ഇപ്പം നമ്മളുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഫിഷ് കട്ട് അംബ്രല്ല സ്കേർട്ട് ഇവിടെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്